മഴ തോരും മുൻപ് എന്ന പരമ്പരയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുളത്തൂപ്പുഴയിൽ നിന്നും ബബിത കടപ്പാട്ടൂരിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അലീന ചേച്ചി തൻ്റെ അമ്മ വൈജയന്തിയുടെയും സ്റ്റാൻലിയുടെയും മകളാണെന്ന് അറിഞ്ഞ ശേഷമാണ് ബബിത കടപ്പാട്ടൂരിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. അമ്മയെ ഈ വിവരങ്ങളൊന്നും അറിയിച്ചേക്കരുതെന്നും അറിഞ്ഞാൽ ജീവിതത്തിൽ വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടായേക്കുമെന്നും അലീന ബബിതയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ അമ്മയോട് തർക്കത്തരമൊന്നും പറയാതെ സ്നേഹത്തോടെ പെരുമാറണമെന്നും അലീന ബബിതയെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ബബിത വൈജയന്തിയോട് സ്നേഹം പ്രകടിപ്പിച്ച് രാത്രിയിൽ ഒന്നിച്ചു കിടക്കാൻ ചെല്ലുകയാണ്. ആ വിശേഷങ്ങളിലേക്ക് കിടക്കും മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വൈജയന്തി തലയണ ശരിയാക്കി വെച്ചിട്ട് ബെഡിൽ വന്നിരുന്നു. മുടി കെട്ടഴിച്ചിട്ടു. അമ്മയ്ക്ക് അലീന ചേച്ചിയുടെ കഥ കേൾക്കാൻ വേണ്ടിയല്ലേ ഈ പൂച്ചയെ തൊഴിച്ചെറിയാത്തത്? ബബിത ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ എനിക്ക് അവളുടെ കഥ കേൾക്കാഞ്ഞിട്ടല്ലേ? പിന്നെ ആരുടെ കഥ കേൾക്കാനാ? സ്റ്റാൻലി പപ്പയുടെയോ? വൈജയന്തി മുഖം വെട്ടി തിരിച്ച് ബബിതയെ നോക്കി. അവൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. നെഞ്ചിനുള്ളിൽ ഒരു തീപ്പൊള്ളൽ. സ്റ്റാൻലിയുടെ കഥ കേൾക്കേണ്ട കാര്യം എനിക്കെന്താ? സ്റ്റാൻലി എൻ്റെ ആരാ? വൈജയന്തി ചോദിക്കുകയാണ്. അത് ശരിയാണല്ലോ, എനിക്ക് സ്റ്റാൻലി പപ്പയെ ഇഷ്ടമാണെന്ന് വെച്ച് അമ്മ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അല്ലെങ്കിൽ സ്റ്റാൻലി പപ്പയെ കണ്ടാൽ തന്നെ പെട്ടെന്ന് ആർക്കും ഇഷ്ടം തോന്നില്ല. തടിച്ച് ചേർത്ത 6.25 അടി പൊക്കവും ഉണ്ട കണ്ണും ഒരു കാളക്കൂറ്റൻ അല്ലേ അമ്മേ? ഞാൻ ശരിക്കും കണ്ടില്ല. ഭയങ്കര മുരട് സ്വഭാവമാണെന്ന് എല്ലാവരും കരുതിയേക്കണത്. വൈജയന്തി മിണ്ടിയില്ല. പക്ഷെ പപ്പ ചെറുപ്പത്തിൽ നല്ല സുന്ദരനായിരുന്നു എന്ന് അലീന ചേച്ചി പറഞ്ഞു. അവൾക്കങ്ങനെ അറിയും? വൈജയന്തി തിരിച്ചു ചോദിക്കുകയാണ്. പപ്പയുടെ ചെറുപ്പത്തിലെ ഫോട്ടോയൊക്കെ അലീന ചേച്ചി കണ്ടിട്ടുണ്ട്. വൈജയന്തിയുടെ നെഞ്ചിൽ ഒരു ആദരം ഉണ്ടായി. സ്റ്റാൻലിക്ക് അന്നേ ചില ഫോട്ടോ ആൽബങ്ങൾ ഉണ്ടായിരുന്നു. പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോകൾ സൂക്ഷിക്കുന്ന ഡയറി സൈസിലുള്ള ആൽബങ്ങൾ. താനും സ്റ്റാൻലിയും ഒന്നിച്ചുള്ള ഫോട്ടോകൾ അവയിലായിരുന്നു സൂക്ഷിച്ചു വെച്ചിരുന്നത്. അതെല്ലാം സ്റ്റാൻലിയുടെ കൈവശം ഇപ്പോഴും ഉണ്ടോ? താനും സ്റ്റാൻലിയും ഒന്നിച്ചതുള്ളതും താൻ ഒറ്റയ്ക്കുള്ളതുമായ കുറേയധികം ഫോട്ടോഗ്രാഫ്സ് ഉണ്ടായിരുന്നു. അവയെല്ലാം സ്റ്റാൻലി അലീനെ കാണിച്ചിട്ടുണ്ടാകുമോ? തന്നെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും സ്റ്റാൻലി അവളോട് പറഞ്ഞിട്ടുണ്ടാകുമോ? വൈജയന്തിയുടെ മനസ്സിൽ അങ്ങനെ ഓരോ സംശയങ്ങൾ മുളകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നീ കണ്ടോ സ്റ്റാൻലിയുടെ ഫോട്ടോ? വൈജയന്തി ആകാംക്ഷയോടുകൂടി തിരക്കി. ഞാനങ്ങനെ കാണാനാ? അലീന ചേച്ചി പപ്പയുടെ തറവാട്ടിൽ ചെന്നപ്പോഴാണ് കണ്ടത്. അവിടുത്തെ ആൽബത്തിൽ സ്റ്റാൻലി പപ്പ ചെറുപ്പക്കാരനായി മിലിറ്ററി യൂണിഫോമിൽ നിൽക്കുന്ന പടങ്ങളുണ്ട്. വൈജയന്തിക്ക് ആശ്വാസമായി. പപ്പയെ കണ്ടാൽ ഗൗരവക്കാരനാണെന്ന് തോന്നുമെങ്കിലും കൂട്ടുകൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് സംസാരിക്കുകയും ചിരിക്കുകയും കഥ പറയുകയൊക്കെ ചെയ്യും. കഥയോ? എന്ത് കഥ? കഥ പറഞ്ഞു തരാൻ നിങ്ങളെന്താ കൊച്ചു കുട്ടികളാ? വൈജയന്തി ചോദിച്ചു. കഥയെന്ന് വെച്ചാൽ പപ്പ മിലിറ്ററിയിലായിരുന്ന കാലത്തെ കഥകൾ. അമ്മയ്ക്കറിയോ, സ്റ്റാൻലി പപ്പയ്ക്ക് ഒരു പ്രേമമുണ്ടായിരുന്നു. വൈജയന്തി നടുങ്ങിപ്പോയി. അവളുടെ ഹൃദയം സ്തംഭിച്ചു. ചെവികളിലേക്ക് ചോര ഇരമ്പി കയറി. അതൊന്നും കേൾക്കേണ്ട കഥയാ കേട്ടോ, ബബിത അമ്മയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. അല്പം കഴിഞ്ഞാണ് വൈജയന്തിക്ക് സംസാരശേഷി വീണ്ടും കിട്ടിയത്. എനിക്ക് കേൾക്കണ്ട പലവരെയും പ്രേമക്കഥ. മക്കളുടെ പ്രായത്തിലുള്ള കുട്ടികളോട് ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമോ? സ്റ്റാൻലി പപ്പ അന്ന് നല്ല മൂഡിലായിരുന്നു. ബ്രാൻഡിയൊക്കെ കുടിച്ച് മിനിങ്ങിയിരുന്ന നേരം. അലീന ചേച്ചി ചോദിച്ചു, പപ്പയ്ക്ക് ചെറുപ്പത്തിൽ, അതായത് കല്യാണത്തിന് മുൻപ് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ എന്ന്. വേറൊന്നും അവൾക്ക് ചോദിക്കാൻ കണ്ടില്ലേ? ചുമ്മാ ഒരു തമാശയ്ക്ക് ചോദിച്ചതാ. വൈജയന്തിയുടെ നെഞ്ചി വിറവുള്ളുന്നുണ്ടായിരുന്നു. അവർ മുറിയിലെ ലൈറ്റ് കെടുത്തി. തൻ്റെ മുഖത്ത് ഭാവമാറ്റങ്ങൾ ബബിത കാണരുത്. അമ്മ എന്തിനാ ലൈറ്റ് അണച്ചത്? വെറുതെ എന്തിനാ ലൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഉറങ്ങാൻ പോകുകയല്ലേ. ആ സീറോ ബൾബ് തെളിക്കേ. വൈജയന്തി മനസ്സിലാമസോടെ സീറോ വോൾട്ട് ബൾബ് തെളിയിച്ചു. അന്ന് പപ്പ ആഗ്ര കൻ്റോൺമെൻറ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അക്കാലത്ത് അവിടെ വെച്ചൊരു മലയാളി പെണ്ണിനെ പരിചയപ്പെട്ടു. വൈജയന്തിക്ക് വീണ്ടും ശ്വാസം നിലച്ചു. ആരെ? അവൾ വിക്കി. പറയാം. അമ്മയ്ക്ക് എന്താ ഇത്രയ്ക്ക് ക്യൂരിയോസിറ്റി? കഥ കേൾക്കണ്ടെന്ന് പോലും പറഞ്ഞ ആളാ. വൈജയന്തി നാവടച്ചു. പപ്പ പ്രേമിച്ച പെണ്ണ് ഒത്തിരി സുന്ദരിയായിരുന്നെന്നാണ് സ്റ്റാൻലി പപ്പ പറഞ്ഞത്. അയ്യോ, ഇതിനെനിക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്നെ കണ്ട അമ്മയെപ്പോലെ തന്നെയാണെന്ന് സ്റ്റാൻലി പപ്പ പറഞ്ഞു. വീണ്ടും ഒരു നടുക്കം കൂടി. പപ്പ പറഞ്ഞു, എന്നെ ആദ്യം കണ്ടപ്പോഴേ പറഞ്ഞു. അതെങ്ങനെ സ്റ്റാൻലിക്ക് മനസ്സിലായി? സ്റ്റാൻലി എന്നെ അതിന് ശേഷമല്ല കണ്ടത്, ഹോട്ടലിൽ വെച്ച്. ഓ, അത് ശരിയാണല്ലോ. ഇപ്പം പിടികിട്ടി. അമ്മയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട് പപ്പ. എൻ്റെ ഫോട്ടോ എവിടെ വെച്ച്? വൈജയന്തിയുടെ ഒച്ച ചിലമ്പി. അവളുടെ മനസ്സിൽ സ്റ്റാൻലി കൈവശം സൂക്ഷിച്ചിരുന്ന തൻ്റെ ഫോട്ടോഗ്രാഫുകളായിരുന്നു. താജ്മഹലിലും റെഡ് ഫോർട്ടിലും വച്ചെടുത്ത് ധാരാളം ഫോട്ടോകളും ഉണ്ടായിരുന്നു അന്ന് സ്റ്റാൻലിയുടെ കയ്യിൽ. അലീന ചേച്ചിയുടെ കയ്യിൽ അമ്മയുടെ ഫോട്ടോയുണ്ട്. വൈജയന്തിക്ക് പ്രാണവായു തിരിച്ചു കിട്ടി. അവളുടെ കയ്യിൽ എങ്ങനെ കിട്ടി എൻ്റെ ഫോട്ടോ? രോഹി ഏട്ടനോടോ മറ്റോ ചോദിച്ചു വാങ്ങിയതാ. അമ്മയുടെ മാത്രമല്ല, അച്ഛൻ്റെയും ഉണ്ട്, എൻ്റെയും ഉണ്ട്, കൃഷ്ണമോളുടെയും ഉണ്ട്. അതെല്ലാം അവൾ സ്റ്റാൻലിയെ കാണിച്ചിട്ടുണ്ടോ? വൈജയന്തിക്ക് വീണ്ടും ആശങ്കയേറി. അലീന സ്റ്റാൻലിയെ തൻ്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻലി തന്നെ തിരിച്ചറിയാതിരിക്കില്ല. ആ തിരിച്ചറിവിൽ സ്റ്റാൻലി പൂർവ്വകഥകൾ അലീനയോട് പറയാതിരിക്കുകയുമില്ല. ഞാനവിടെ ചെന്ന അന്നാണ് അലീന ചേച്ചി സ്റ്റാൻലി പപ്പയെ ആ ഫോട്ടോസ് കാണിച്ചത്.
ഞാനും അമ്മയും തമ്മിലുള്ള സമയം കാണിക്കാൻ വേണ്ടി മാത്രം. വീണ്ടും ഒരിക്കൽ കൂടി വൈജയന്തി ശ്വാസം എടുത്തു. എന്നിട്ട് ബാക്കി കഥ കേൾക്കേണ്ട അമ്മയ്ക്ക്. സ്റ്റാൻലി പപ്പ എന്ത് ചെയ്തെന്ന് അറിയാമോ? ആരും അറിയാതെ സ്നേഹിച്ച പെണ്ണിനെ അങ്ങ് കെട്ടി. രജിസ്റ്റർ മാരേജ്. എന്നിട്ട് ആഗ്രയ്ക്ക് അടുത്ത് ഏതോ ഒരു സ്ഥലത്ത് വാടക വീടെടുത്ത് അവിടെ താമസിച്ചു. ഭയങ്കര എന്തൊരു ധൈര്യമാണെന്ന് നോക്കണേ. ആ പെണ്ണിനെ അവിടെ എവിടെയോ ഉണ്ടായിരുന്ന ജോലിയും കൂടി രാജിവെച്ചിട്ടായി ഈ കാട്ടായം. രക്തമല്ല, പ്രാണികളാണ് ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുന്നത്. അവ തൻ്റെ ഹൃദയത്തെ ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. വൈജയന്തി ഇരുട്ടിൽ കിടന്ന് ഞെളിപിരി കൊണ്ടു. സഞ്ജയ് പ്ലേസിലെ വാടക വീട് തൊട്ടടുത്ത മുറിയാണെന്ന് അവൾക്ക് തോന്നി. ഒരു ചുമരിനപ്പുറത്ത് സ്റ്റാൻലിയുണ്ട്. അയാൾ സ്നേഹിച്ച പെണ്ണുണ്ട്. അവർ ഒന്നിച്ച് ജീവിച്ച കാലമുണ്ട്. അന്നത്തെ തട്ടുമുട്ട് ശബ്ദങ്ങൾ പോലും കേൾക്കാം. അങ്ങനെ കുറേ കാലം അവർ ഒന്നിച്ച് ജീവിച്ചു. സ്റ്റാൻലി പപ്പ രജിസ്റ്റർ മാരേജ് കഴിച്ച പെണ്ണ് പ്രസവിക്കാറായി. സ്റ്റാൻലി പപ്പയ്ക്ക് വേറൊരു പേരുണ്ട്. അതറിയില്ല അമ്മയ്ക്ക്? ഇല്ല. വൈജയന്തി മുന്നിലിറക്കി. അത് തൻ്റെ സ്വരമല്ലെന്ന് വൈജയന്തിക്ക് തോന്നി. വേറെ ഏതോ സ്ത്രീ തൻ്റെ ജഡത്തിലിരുന്ന് സംസാരിക്കുകയാണ്. താൻ സഞ്ജയ് പ്ലേസിലെ വാടക മുറിയിൽ നിറവയറും താങ്ങി നടക്കുകയാണ്. ലാലിച്ചൻ, കവിത മന്ത്രിച്ചു. വൈജയന്തിയുടെ ദേഹമാസകലം കുളിർ കോരിയിട്ടു. അങ്ങനെ ഇരിക്കെ ആ പെണ്ണിനൊരു നിർബന്ധം. പ്രസവത്തിന് മുമ്പ് ഒറിജിനൽ കല്യാണം നടത്തണം. അതും വീട്ടുകാരെ അറിഞ്ഞു തന്നെ. രണ്ടുപേരും രണ്ട് മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് വീട്ടുകാർ സമ്മതിക്കുമോ എന്ന ഭയവുമുണ്ട്. എന്തായാലും സ്റ്റാൻലി പപ്പ വീട്ടുകാരുമായി സംസാരിക്കാൻ വേണ്ടി നാട്ടിലേക്ക് തിരിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ മടങ്ങി വരുമെന്ന് പറഞ്ഞു പോയതാ. വീട്ടിൽ ചെന്ന് കല്യാണക്കാരൻ പറഞ്ഞ് പപ്പ വീട്ടുകാരുമായി തെറ്റി. അവിടുന്ന് വഴക്കുണ്ടാക്കി ഇറങ്ങി എവിടെയോ പോയി മൂക്കറ്റം കുടിച്ചു. പിന്നെ വീട്ടുകാർ സ്റ്റാൻലി പപ്പയെ കാണുമ്പോൾ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ ICUവിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. കാലും വാരിയെല്ലും ഒടിഞ്ഞ് തലയും നട്ടെല്ലും പൊട്ടി. അങ്ങനെ. ഇത് വൈജയന്തിക്ക് പുതിയ അറിവാണ്. അവൾ ഉദ്യോഗപരിധിയിൽ ബബിതയുടെ നേർക്ക് മോന്തിരിച്ചു. 3 മാസത്തോളം സ്റ്റാൻലി പപ്പ കോമയിൽ കിടന്നു. ബോധം വീണ്ടും കിട്ടിയപ്പോൾ മദ്രാസിലേക്ക് കൊണ്ടുപോയി. അപ്പോളോയിലോ മറ്റോ ആയിരുന്നു ചികിത്സ. അവിടെയും കുറേ മാസങ്ങൾ കഴിഞ്ഞു. പിന്നെ തിരുവനന്തപുരത്തെ മിലിറ്ററി ഹോസ്പിറ്റലിൽ. തനിയെ എഴുന്നേറ്റ് നടക്കാൻ 1 വർഷമെടുത്തു. തിരിച്ചാഗ്രയിൽ ചെന്നപ്പോൾ സ്നേഹിച്ച പെണ്ണുമില്ല, പിടക്കൊഴിയുമില്ല, വാടക വീടുമില്ല, ഒന്നുമില്ല. പെണ്ണിനെ അവളുടെ വീട്ടുകാർ വന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോയി. സ്റ്റാൻലി പപ്പ അവളെ തേടി പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നു. അവരുടെ അച്ഛനും ആങ്ങളമാരും കൂടി ആട്ടി ഓടിച്ചു. പപ്പ തിരിച്ച് ആഗ്രയിലെത്തി. കുറേ അന്വേഷണം നടത്തി. കുറേ കാലം കഴിഞ്ഞ് വീണ്ടും നാട്ടിൽ വന്ന് അവളെപ്പറ്റി അന്വേഷിച്ചു. അപ്പോഴേക്കും അവളുടെ കല്യാണം കഴിഞ്ഞു. ഇല്ല, ഇതൊന്നും സത്യമല്ല, പച്ചക്കള്ളം, ഞാൻ വിശ്വസിക്കത്തില്ല. വൈജയന്തി ഒരു നിമിഷം സ്വയം മറന്ന് പൊട്ടിത്തെറിച്ചു. അമ്മേ, ബബിത വിളിച്ചു. അമ്മ എന്താ ഈ പറയുന്നത്? അമ്മയ്ക്ക് അങ്ങനെ അറിയാം ഇത് പച്ചക്കള്ളമാണെന്ന്? ഹിമക്കാറ്റടിച്ചാലെന്ന പോലെ വൈജയന്തി അടിമുടി വിറച്ചു. അവൾ സ്ഥലകാല ബന്ധമില്ലാത്തവളെ പോലെ പവച്ചിരുന്നു. ബബിത അമ്മയുടെ തോളത്ത് പിടിച്ച് മെല്ലെ ഉലച്ചു. അമ്മേ, അമ്മയ്ക്കെന്ത് പറ്റി? അല്ല, കുട്ടികളോട് ഓരോ കള്ളക്കഥയൊക്കെ പറഞ്ഞ് അവരെ വെറുതെ വൈജയന്തി വിക്കി. അമ്മയ്ക്കെങ്ങനെ അറിയാം ഇത് കള്ളക്കഥയാണെന്ന്? നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം കാണും, പക്ഷേ ഇത് സത്യമാണമ്മേ. ലോകത്ത് ഇങ്ങനെ എന്തെല്ലാം നടക്കുന്നു. സ്റ്റാൻലി പപ്പ കല്യാണം കഴിച്ചിട്ട് 21.5 വർഷമേ ആയിട്ടുള്ളൂ. അതായത് ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് 2 വർഷം കൂടി കഴിഞ്ഞിട്ടായിരുന്നു പപ്പയും എൽസമാൻറ്റിയും തമ്മിലുള്ള വിവാഹം. വൈജയന്തിക്ക് ഇനി ഇരിക്കാൻ വയ്യ. അവൾ കിടക്ക വിട്ട് എഴുന്നേറ്റു. മേശപ്പുറത്തിരുന്ന വാട്ടർ ബോട്ടിലിൽ നിന്ന് കുറേ വെള്ളം കുടിച്ചു. ആരാണ് തന്നെ ചതിച്ചത്? ആരാണ് തന്നോട് കൊടിയ ക്രൂരത കാട്ടിയത്? സ്റ്റാൻലി ആണെന്നാണല്ലോ താൻ ഇതുവരെ ധരിച്ചു വച്ചിരുന്നത്. വൈജയന്തി പരവശയായി. ബബിത പറയുന്നതൊക്കെ സത്യമാണോ? അമ്മ എന്താ എണീറ്റ് പോയത്? ബബിത ചോദിക്കുകയാണ്. സ്റ്റാൻലി ആദ്യം രജിസ്റ്റർ മാരേജ് ചെയ്ത പെണ്ണ് ആരാണെന്ന് നിന്നോട് പറഞ്ഞോ? അതുമാത്രം എത്ര ചോദിച്ചിട്ടും പപ്പ പറഞ്ഞില്ല. എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ പറഞ്ഞു നോക്കി. ഒരു രക്ഷയുമില്ല. ഞങ്ങളതറിയുന്നത് കൊണ്ടെന്താ കുഴപ്പം? 24 വർഷം മുമ്പത്തെ സംഭവമല്ലേ? പക്ഷെ പപ്പ വാ തുറന്നില്ല. വൈജയന്തി ദീർഘനിശ്വാസം എടുത്തു. സ്റ്റാൻലി എന്തുകൊണ്ടാണ് അത് പറയാത്തതെന്ന് വൈജയന്തി ഊഹിച്ചു. വൈജയന്തിയുടെ മക്കളോട് സ്റ്റാൻലിക്ക് അത് പറയാൻ പറ്റില്ല. സ്റ്റാൻലി പിന്നീട് ആ പെണ്ണിനെക്കുറിച്ച് അന്വേഷിച്ചതേയില്ല. മേശക്കരികെ നിന്നുകൊണ്ട് വൈജയന്തി വീണ്ടും ബബിതയോട് ചോദിച്ചു. അതല്ലേ പറഞ്ഞത്, സ്റ്റാൻലി പപ്പ അന്വേഷിച്ച് ചെന്നപ്പോഴേക്കും അവരുടെ കല്യാണം കഴിഞ്ഞു. എന്നാലും അന്വേഷിക്കാമായിരുന്നല്ലോ. അവളോട് സത്യം പറയാമായിരുന്നല്ലോ. അവൾ പ്രസവിച്ച കുഞ്ഞിന് എന്ത് പറ്റിയെന്ന് പോലും അന്വേഷിച്ചില്ലല്ലോ. വൈജയന്തിയുടെ തൊണ്ടയിടറി. ഇനി സംസാരിക്കുന്ന അപകടകരമാണെന്ന് തോന്നിയതിനാൽ ബബിത അവിടെ നിർത്തി. അമ്മേ, അതൊക്കെ അന്വേഷിച്ചറിഞ്ഞിട്ട് എന്തെങ്കിലും ഫലമുണ്ടോ? സ്നേഹിച്ച പെണ്ണ് കൈവിട്ടുപോയി. അവൾ മറ്റൊരു പുരുഷൻ്റെ ഭാര്യയായി കഴിഞ്ഞു. ചോദിക്കാനും പറയാനും ചെന്നാൽ അവരുടെ ജീവിതം നശിച്ചു പോവില്ലേ? സ്റ്റാൻലി പപ്പ മാന്യനായതുകൊണ്ട് ആരെയും ഒന്നും അറിയിക്കാതെ ആരോടും മിണ്ടാതെ തിരിച്ചുപോയി. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ എന്തൊരു ട്രാജഡിയല്ല അമ്മേ. പറഞ്ഞിട്ടെന്താ ഫലം? വൈജയന്തി വീർപ്പടക്കി. ഹൃദയത്തിനുള്ളിൽ ഒരു സങ്കടക്കടൽ അലതല്ലുന്നുണ്ട്. ഇത്രയും കാലം താൻ നിഴലിനോടാണ് യുദ്ധം ചെയ്തതെന്ന് അവൾ തിരിച്ചറിയുന്നു. സ്റ്റാൻലിയോടായിരുന്നു അവളുടെ വീറും പകയും. സ്റ്റാൻലി എന്നൊരു വിഗ്രഹത്തെ പുരുഷകുലത്തിൻ്റെ പ്രതീകമാക്കി നിർത്തി. അവൾ ആ വംശത്തെ മുഴുവനും വെറുത്തു. ഇപ്പോൾ ആ വിഗ്രഹത്തിൻ്റെ പുറംപാളികൾ അടർന്നു വീണിരിക്കുന്നു. ഉള്ളിലെ തേജോമായ രൂപം ഉയരാർന്ന് വെട്ടിത്തിളങ്ങുന്നു. വൈജയന്തി പരവശയായി കിടക്കയിൽ ചെന്നിരുന്നു. അമ്മ കിടന്നോ? ഇനി ഞാനൊന്നും പറയുന്നില്ല. സ്റ്റാൻലി പപ്പയുടെ കഥ കേട്ടിട്ട് അമ്മ മൂഡൗട്ടായി. ഞാനെന്തിനാണ് മൂഡൗട്ടാവുന്നത്? അത് വല്ലവരുടെയും കഥ കേട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട്.
വൈജയന്തി ഇല്ലാത്ത കോട്ടുവായിട്ടുകൊണ്ട് തലയണയിലേക്ക് തലചായ്ച്ച് കിടന്നു. ബബിത പിന്നിൽ നിന്ന് അവളെ കെട്ടിപ്പിടിച്ചു. പതിപോലെ ചുമലിലും മുടിയിലും തലോടി. വൈജയന്തിയുടെ നെഞ്ചിൽ ഒരു പൊട്ടിക്കരച്ചിലിൻ്റെ ഒരു ചുഴി കിടന്നു കറങ്ങി.